ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. പരമപൂജനീയനായ ചിന്മയാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട്. ആക്ഷൻസ് ആർ ദ ലൗഡർ എക്സ്പ്രഷൻ ഓഫ് തോട്ട്സ്. നമ്മുടെ കർമ്മങ്ങളെ ചിന്തകൾ സ്വാധീനിക്കുന്നു. ഇപ്പം ശുദ്ധമായ ചിന്തകളാണെങ്കിൽ കർമ്മങ്ങളും ശുദ്ധമായിരിക്കും. നാം ഓരോ കർമ്മവും ചെയ്യുന്നത് ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലാണെങ്കിൽ, അപരന് ഉപകാരപ്പെടുന്ന രീതിയിലാണെങ്കിൽ അതാണ് യജ്ഞത്തിൻ്റെ ഒരു ഭാവം എന്ന് പറയുന്നത്. യജ്ഞഭാവനയാണ് അവിടെ ഉള്ളത്. പരമാവധി ആളുകൾക്ക് പരമാവധി ഉപകാരപ്പെടുന്ന രീതിയിൽ ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും ആ കർമ്മങ്ങളെല്ലാം യജ്ഞഭാവനയോടുകൂടിയുള്ള, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും. ഇവിടെ നമ്മൾ നിരീക്ഷിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങളെയാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ കർമ്മം ചെയ്യണം. കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്തേ മതിയാവും. ഇപ്പം ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലികൾ ചെയ്യുന്നു, കച്ചവടങ്ങൾ ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് നമ്മളുണ്ടാക്കി ഈ കമ്പോളത്തിൽ വിൽക്കുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് എങ്ങനെ മേന്മയുള്ളതായിരിക്കണം എന്ന് നമുക്ക് നിശ്ചയമുണ്ട്. നമുക്കറിയാം, ഈ ലോക കമ്പോളത്തിൽ ഏത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ കാലം, കൂടുതൽ മേന്മയോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് എക്കാലവും നിലനിന്നിട്ടുള്ളൂ, കാലാധിവർത്തിയായിട്ട് നിലനിന്നിട്ടുള്ളൂ. വീണ്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിന്തകൾ, അതിലൂടെ പ്രവൃത്തികൾ, അതിലൂടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ആളുകൾ, ജനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ, ലോകം സ്വീകരിക്കണമെങ്കിൽ അത് ഗുണമേന്മ ഉറപ്പുവരുത്തണമെന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അപ്പോൾ യജ്ഞഭാവനയോടുകൂടി ചെയ്യുന്ന ഏത് കർമ്മവും, അതിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും അതൊരു ബ്രാൻഡായിത്തീരും. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നാം നമ്മുടെ തന്നെ ബ്രാൻഡായി തീരണം, ബെഞ്ച് മാർക്കായി തീരണം. ഒരു സംശയം വിചാരിക്കേണ്ട, നമ്മളെല്ലാം പ്രജാപതി സൃഷ്ടിച്ചത് യജ്ഞഭാവനയോടുകൂടിയാണ്. സഹയജ്ഞ പ്രജാ സൃഷ്ട്വ പുരോവാച പ്രജാപതി അനേന പ്രസവിക്ഷുദ്ധം ഏഷ വസ്തിഷ്ഠ കാമതുക്. പ്രജാപതി യജ്ഞഭാവനയോടുകൂടിയാണ് പ്രജകളെ സൃഷ്ടിച്ചത്. അത് ഇഷ്ടഫലപ്രദമാണെന്നും അതുകൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കണമെന്നും പ്രജാപതി നിർദ്ദേശിച്ചു. ആ യജ്ഞം കൊണ്ട് ദേവതയെ പ്രീതിപ്പെടുത്തുക, പരസ്പരം സന്തോഷിക്കുക. ഒന്ന് മനസ്സിലാക്കിക്കോളൂ, യജ്ഞം കൊണ്ടാണ് ഈ ജഗത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ്. യജ്ഞോ ഭവനസ്യ നാഭി. ഹരി.